മീശയുടെ ട്രോള് സാർ കണ്ടിട്ടുണ്ടോ? പോലത്തെ ഒന്നും പറയാനില്ല. ആളുകൾക്ക് അങ്ങനെ ട്രോൾ ചെയ്യാനുള്ള അവകാശമൊക്കെ ഉള്ളത്. സാർ മീശ കുറച്ച് എന്തുകൊണ്ടാ? ആ ട്രോള് കൊണ്ടാണോ? സത്യം പറയാം, ട്രോള് കൊണ്ടല്ല, മീശയുടെ അറ്റത്താണ് ഞാനായി പോകുന്നുണ്ട്. മനസ്സിലായത്? എന്നെ അറിയപ്പെടുക എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിലപാടുകളിലൂടെ വേണം, അതിനകത്തൂടെ അല്ലാതെ എൻ്റെ മീശ എൻ്റെ ഐഡന്റിറ്റി ആയിട്ട് മാറുന്നുണ്ട്. അത് മോശമാണെന്നൊന്നും വിചാരിച്ചിട്ടല്ല, പക്ഷെ എൻ്റെ ഐഡന്റിറ്റി എൻ്റെ മീശയിൽ ഇരുന്നൂടാ. അത് ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ ഉടുപ്പ് മാറാൻ കഴിയാത്ത പോലായി. ഇവിടുത്തെ സന്യാസിമാർ മുഴുവനും വലിച്ചുകൊണ്ടിരുന്നതാണ് ഈ കഞ്ചാവ്. സൂഫികളെല്ലാം കഞ്ചാവിനകത്താണ് ഇരിപ്പ്. അങ്ങനെയാണ് ഈ ദൈവത്തിനൊക്കെ ഇത്രയധികം ഇതെല്ലാം ഈ തരത്തിലുള്ള മുഴുവൻ ആളുകളും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാട് തന്നെയാണിത്. ഇയാള് ലോകത്ത് ഈ മതവിശ്വാസത്തിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. അതിനേക്കാളും വലിയ മയക്കുമരുന്ന് ലോകത്തില്ല. അന്ധവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സാധനവും ഇതൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനെ കാണുന്നതാണെന്നായിരുന്നു അന്ന് അവർ വിചാരിച്ചിരുന്നു. ശരീരത്തിനകത്ത് ഗുണപരമായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു തുള്ളി മദ്യം പോലും നല്ലതല്ല. ഒരു പരിചയമില്ലാത്ത രണ്ടുപേര് പെണ്ണ് കാണാൻ പോയെന്നാണ്. എന്തോ ഈ കാണുന്നത്? പശുവിനെ കാണുന്ന പോലല്ലേ, ചന്തയിൽ പോയി പശുവിനെ കാണുന്ന പോലല്ലേ കാണാൻ പറ്റൂ? പിരിയാനായിട്ട് ഇപ്പൊ തലാഖ്, ഇസ്ലാം മതത്തിൽ തലാഖ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും ഉണ്ട്, പക്ഷേ പെണ്ണുങ്ങൾക്ക് ചെല്ലാൻ പറ്റത്തില്ല. കാര്യം അവർക്ക് തന്നെത്താൻ ജീവിക്കാനുള്ള ഒരു കഴിവുള്ളവരായിട്ടല്ല വളർത്തുന്നത്. ഇതാ പ്രശ്നം. അങ്ങനെ പുരുഷനെ ആശ്രയിച്ച് വളർത്തുന്ന പെണ്ണാക്കി മാറ്റിയത് കൊണ്ടാണ് അവർക്ക് തലാഖ് ചൊല്ലാൻ കഴിയാതായിട്ട്. കുട്ടികളുണ്ടാകാതെ നോക്കണം, അല്ലാതെ ഒരു രണ്ടുപേര് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ അതെല്ലാം നിഷേധിക്കുന്നിടത്ത് എത്തിപ്പോയി. സ്നേഹിക്കാൻ നമുക്ക് കഴിവില്ലാത്തവരാക്കി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു ദിവസം കൊച്ചിനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട് കല്യാണം കഴിപ്പിച്ചു തരും. അറിഞ്ഞുകൂടാത്ത യാതൊരു തരത്തിലെ എന്താണ് എന്ന് അറിഞ്ഞുകൂടാത്ത സ്ലീവാച്ചന്മാരാവും. എന്നിട്ട് പരമാവധി ബലാത്സംഗം ചെയ്യുന്ന പുരുഷന്മാരെ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതാണ് ആകെ ഉണ്ടായത്. അവിടെയാണ് ആളുകൾ തമ്മിൽ തിരഞ്ഞെടുക്കണമെന്നും അവർക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ പിരിയണമെന്നും നമ്മൾ ആവശ്യപ്പെടുന്നത് തല്ലി ചെയ്യാനൊക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ വയസ്സായി മരിക്കുക എന്ന് പറയുന്നത് പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ 50 വയസ്സിനകത്ത് ശരാശരി 50 വയസ്സ് ജീവിച്ചിരുന്ന ഒരു ജീവിയായിരുന്നു നമ്മൾ. അത് ഈ മരുന്ന് കണ്ടുപിടിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോങ് ആയിട്ടുള്ള വാർദ്ധക്യമുണ്ട്. ഇതിന് പുതിയ പ്ലാനുകൾ നമുക്ക് ആവശ്യമാണ്. ഈ വയസ്സരായവർ ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് മക്കൾ വളർന്ന് സ്വന്തം നിലയിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ പ്രതീക്ഷിക്കാതെ അയലത്തുള്ള ആൾക്കാരുടെ ജീവിതത്തിനകത്തേക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ വീട്ടിലും പ്രായമായവരിക്കും, ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നത്. അയലത്ത് ഇതേപോലെ വിഷമിച്ചിരിക്കുന്നവരത്തിന് അപ്പുറത്തിരിപ്പണം എന്നുള്ള അറിയണം. പ്രായമായവർ പരസ്പരം കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ മതി. കൂടെ പോകുന്ന ആളുകളായി പരസ്പരം മാറുകയാണെങ്കിൽ എല്ലാവരും പ്രയോജനമുള്ളവരായി മാറും. ഓയിൽ ആൻഡ് ഗ്യാസ്, ഫയർ ആൻഡ് സേഫ്റ്റി, വെൽഡിംഗ്, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടെക്സ്റ്റോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യൂ, ജോലി ഉറപ്പാക്കും. അതുപോലെ തന്നെയാണ് സാർ യൗവനം കടന്നു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇന്ന് കണ്ടുവരുന്ന വലിയൊരു വിപത്ത് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. സാറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? സാർ ഉപയോഗിക്കുന്ന ആളെന്ന് ആയിരിക്കുക അല്ലേ? ഞാൻ ഒരിക്കലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് BA പഠിച്ചതിന് എന്താ ഉപയോഗിച്ചത്? ലഹരി എന്ന് പറയുന്നത് മദ്യം ലഹരിയാണ്, മയക്കുമരുന്നാണ്. അല്ലാതെ മദ്യവും മയക്കുമരുന്ന് എന്ന് പറഞ്ഞ് രണ്ടില്ല. ഇല്ല. അത് ഈ മദ്യം വിൽക്കുന്നവർ ഉണ്ടാക്കിയതാണ്. മയക്കുമരുന്ന് വേറെയാണ്, അത്രയേ ഉള്ളൂ. അപ്പം മയക്കുമരുന്നിനകത്തുള്ള പറഞ്ഞാൽ മനുഷ്യന്റെ ആൾട്ടറിങ് കോൺഷ്യസ്നെസ്, ബോധത്തിന് മാറ്റം ഉണ്ടാക്കുന്ന സൈക്കാഡലിക് എന്ന് പറയുന്നതും സൈക്കോട്രോപിക് രണ്ട് വിഭാഗമുണ്ട്, 2 തരത്തിൽ പ്രയോഗിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ആക്ട് ചെയ്യുന്നതിനകത്തൊക്കെ ഉള്ള തരംതിരിവുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മനസ്സ് മാറ്റുന്ന കഴിവുള്ള ഡ്രഗുകളെയാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒന്നാണ് മദ്യം. ഏറ്റവും കൂടുതൽ അഡിക്റ്റീവ് ആയിട്ടുണ്ടാകുന്ന ഒന്നാണ് നിക്കോട്ടിൻ, അതാണ് സിഗരറ്റ്. പണ്ട് കാലത്തൊക്കെ ഇതെല്ലാവരും ഉപയോഗിക്കുന്നതായിരുന്നു. ഞാൻ എൻ്റെ അമ്മമ്മമാർക്ക് പുകയില മേടിച്ചുകൊണ്ടായിരുന്നു കൊടുക്കുന്നത്. വലിയ നീളത്തിൽ പേടിക്കാൻ കിട്ടുമായിരുന്നു. അത് അവർ ചവയ്ക്കുകയും അവർ അത് മുറുക്കിനകത്ത് മറ്റേ ഇങ്ങനെ ചെല്ലപ്പെട്ടി എല്ലാം ഉള്ളതായിരുന്നു. അപ്പൊ അന്ന് വളരെ ലെജിറ്റിമേറ്റ് ആയിരുന്നു. കഞ്ചാവ് എല്ലായിടത്തും മേടിക്കാൻ കിട്ടുമായിരുന്നു. വളരെ കുറച്ച് പേരെ വലിക്കത്തുള്ളൂ. അല്ല സാർ, അത് ഇപ്പൊ പറയുന്നത് ഇപ്പോഴാണ് ഈ കഞ്ചാവ് വിഷയങ്ങൾ അറിഞ്ഞുകൂടാതെ ആളുകൾ പറയുന്നതുകൊണ്ട് പറയുന്നത് അറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അന്ന് പണ്ട് ചാരായം എല്ലായിടും ഉണ്ടാക്കുമായിരുന്നു. കേട്ടിട്ടുണ്ട്. അത് ചാരായം നിരോധിച്ചത് എന്തിനാ? അങ്ങനെയാണ് ഇല്ലാതാക്കിയത്. അല്ല, പണ്ടില്ലാതിരുന്നതുകൊണ്ടല്ല. ഇവിടുത്തെ സന്യാസിമാർ മുഴുവനും വലിച്ചുകൊണ്ടിരുന്നതാണ് ഈ കഞ്ചാവ്. എല്ലാ സൂഫികളെല്ലാം കഞ്ചാവിനകത്താണ് ഇരിപ്പ്. അങ്ങനെയാണ് ഈ ദൈവത്തിനൊക്കെ ഇത്രയധികം ഇതെല്ലാം ഈ തരത്തിലുള്ള മുഴുവൻ ആളുകളും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാട് തന്നെയാണിത്. അല്ലാതെ പണ്ട് ഉപയോഗിക്കുന്ന കുറവായിരുന്നു. ഇപ്പൊ എന്റെ അപ്പൂപ്പനൊക്കെ അത് ഉപയോഗിക്കുന്ന അനുകൂലിക്കുന്ന പ്രശ്നമൊന്നും അല്ല പറയുന്നത്.
ഇയാൾ ലോകത്ത് ഈ മതവിശ്വാസത്തിനെ ഞാൻ അനുകൂലിക്കുന്നില്ല, അതിനേക്കാളും വലിയ മയക്കുമരുന്ന് ലോകത്തില്ല. അങ്ങനെ തന്നെയാണത്. അതുകൊണ്ട് യാതൊരു അന്ധവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സാധനവും ഇതൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനെ കാണുന്നതാണെന്നായിരുന്നു അന്ന് അവർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടായിരുന്നു അത് വലിച്ചിരുന്നത്. അറിവില്ലായ്മ കൊണ്ടാണ്. ശരീരത്തിനകത്ത് ഗുണപരമായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു തുള്ളി മദ്യം പോലും നല്ലതല്ല. പക്ഷെ അതേ സമയത്ത് നമ്മളെല്ലാം അത് ഉപയോഗിക്കുന്നവരാണ്. നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ പഠിപ്പിക്കുന്ന എന്താണ്? ഇത് അധികമാകാതിരിക്കണം, മിതത്വം പാലിക്കണം. അധികമായാൽ അമൃതും വിഷം. അപ്പോൾ എന്ന നിലവാരത്തിൽ മാത്രമുള്ള നിയന്ത്രണങ്ങളുടെ യുക്തികളെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിരോധിച്ചാൽ എന്ത് പറ്റും? രഹസ്യമായ ലോകം ഉണ്ടാകും. അഗ്രസീവായിട്ട് സെയിൽ ചെയ്യും. ഇതുകൊണ്ടാണ് ഈ നിരോധിക്കുന്നതിനോട് ഞാൻ യോജിപ്പില്ല. ഒന്നും നിരോധിച്ചിട്ട് കാര്യമില്ല. നിരോധിച്ചാൽ അണ്ടർഗ്രൗണ്ടിൽ കൂടുകയുള്ളൂ, കൂടുതൽ രഹസ്യമായി. അതുകൊണ്ടാണ് ഈ നിരോധിച്ച വസ്തുക്കൾ ഇത്രയധികം വിലയുള്ളതായി മാറുകയും വിലയുള്ളതായി മാറുമ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് വിൽക്കുന്നവരായി മാറുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ മയക്കുമരുന്ന് ഒരു പ്രശ്നമായിട്ട് ലോകത്ത് വരും. കറക്റ്റ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്. എൻ്റെ വീട് ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് സ്കൂളിനും കോളേജിന്റെ ഒക്കെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരും വലിക്കുന്നവരല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ഇഷ്ടം പോലെ മദ്യം ലഭിക്കുമല്ലോ, സ്ത്രീകൾ എന്താണ് കഴിക്കാത്തത്? ലഭിക്കാ ഉടനെ കഴിക്കുമെന്നാണല്ലോ കഥ. അങ്ങനെ കഴിക്കത്തില്ല. ഇതിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇത് അപകടകരമാണ് എന്ന് മനസ്സിലാക്കി അതിന് നിയന്ത്രിതമായി നമ്മൾ എങ്ങനെയാണ് ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് 50 കിലോമീറ്ററിൽ ഓടിക്കണം, 80 കിലോമീറ്ററിൽ ഓടിക്കണം എന്ന് എഴുതി വെച്ച് നിയന്ത്രിതമായി ഉപയോഗിക്കുന്നുള്ളൂ. വലിയ അപകടം ഉണ്ടാക്കുന്നതാണ് മോട്ടോർ സൈക്കിൾ. എന്നാൽ അത് നിരോധിക്കണ്ടേ? എത്ര പേരുടെ കൈയും കാലും പോവും, എത്ര പേര് മരിക്കും. ഈ മയക്കുമരുന്നിനേക്കാളും വലിയ അപകടം പിടിച്ചതാണ് മോട്ടോർ സൈക്കിൾ. അതെന്താ നിരോധിക്കാത്തത്? നിയന്ത്രിതമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മനസ്സിലാക്കേണ്ടത്, നിയന്ത്രിതമാക്കുക എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കണമെന്ന് പറയുന്ന ഉപദേശമല്ല. നമ്മളിത് പ്രൊമോട്ട് ചെയ്യുക അല്ല. മനുഷ്യരിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിയന്ത്രണം വേണം. അത് ലൈംഗിക കാര്യത്തിനകത്തും അങ്ങനെ തന്നെയാണ്. നിയന്ത്രണങ്ങൾ വേണമെന്നാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ അത് ഒരിക്കലും ഇത് ചെയ്തുകൂടാന്ന് പഠിപ്പിക്കരുത്. ഇങ്ങനെയാണ് ഇത് വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ലൈംഗികമായ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോഴും രോഗം വരാതെ നോക്കണമെന്നും, നിങ്ങൾ കുട്ടികളാണ്, സ്വന്തം നിലയിൽ ജീവൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിവുള്ളപ്പോഴും ജീവൻ നോക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. കുട്ടികളെ വളർത്താൻ നിങ്ങൾ കുട്ടികളായി തുടരുന്നത് കൊണ്ട് കുട്ടികളെ വളർത്താൻ കഴിവില്ലാത്തവരായതുകൊണ്ടാണ് കുട്ടി ഉണ്ടാകരുതെന്ന് പറയേണ്ടത്. അല്ല ലൈംഗിക ബന്ധം തെറ്റാണെന്നല്ല പഠിപ്പിക്കണ്ടേ. കുട്ടികളുണ്ടാകാതെ നോക്കണം. അല്ലാതെ ഒരു 2 പേര് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ അതെല്ലാം നിഷേധിക്കുന്നിടത്ത് എത്തിപ്പോയി. സ്നേഹിക്കാൻ നമുക്ക് കഴിവില്ലാത്തവരാക്കി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു ദിവസം കൊച്ചിനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട് കല്യാണം കഴിപ്പിച്ചു തരും. അറിഞ്ഞുകൂടാത്ത യാതൊരു തരത്തിലെ എന്താണ് എന്ന് അറിഞ്ഞുകൂടാത്ത സ്ലീവാച്ചന്മാരാവും. എന്നിട്ട് പരമാവധി ബലാത്സംഗം ചെയ്യുന്ന പുരുഷന്മാരെ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതാണ് ആകെ ഉണ്ടായത്. അങ്ങനെ വെറുത്തുപോയ, ആദ്യ രാത്രി തൊട്ട് പിണങ്ങിപ്പോയ സ്ത്രീകളാണുള്ളത്. എത്രയോ അനുഭവങ്ങളല്ലേ, അത് മുഴുവൻ ദുഃഖകരം. ഞാൻ എല്ലാ ദിവസവും ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അവരുടെ വിഷമം പറയുമ്പോൾ നമ്മളിതെല്ലാം കേൾക്കുന്നതല്ലേ. അവിടെയാണ് ആളുകൾ തമ്മിൽ തിരഞ്ഞെടുക്കണമെന്നും അവർക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ പിരിയണമെന്നും നമ്മൾ ആവശ്യപ്പെടുന്നത് തല്ലി ചെയ്യാനൊക്കുന്ന ഒരു കാര്യമല്ല. അല്ല സാർ, അപ്പം ഇതുമായിട്ട് തന്നെ ചേർത്ത് നമുക്ക് പോവാം. വിവാഹവും ദാമ്പത്യവും അടുത്ത് എഴുതി വെച്ചിരിക്കുന്ന 2 ടോപ്പിക്കുകൾ അതിന്റെ കൂടെ വരുന്ന യൗവനകാലത്ത് ക്ലാസ് റൂമിനകത്ത് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും തരംതിരിച്ചിരുത്താതെ അവരെ കുട്ടികളായിട്ട് വളർത്താൻ അറിയേണ്ടതുണ്ട്. അവർ പരിചയപ്പെട്ട് വളരേണ്ടതാണ്, അന്യരാക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ അടുത്ത് എങ്ങനെയാണ് ലൈംഗിക ബന്ധങ്ങളിനകത്ത് നിങ്ങൾ ഇടപെടുമ്പോൾ ഇപ്പം നിങ്ങളുടെ ഈ പ്രായത്തിനകത്ത് കുട്ടി ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടി. അത് പക്ഷേ നിങ്ങളിപ്പോൾ കുട്ടി ഉണ്ടാക്കിയാൽ നിങ്ങൾ കുട്ടികളല്ലാതായിട്ടില്ല, നിങ്ങൾ തന്നെ സ്വന്തം ജീവിതം നിലനിർത്താനുള്ള കഴിവുള്ളവരായി മാറിയിട്ടില്ല എന്ന് പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഇത് പഠിപ്പിക്കുന്ന ക്ലാസ് റൂംസ് ഇല്ല. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളിനെ പറ്റി കൺസേണോടെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കറക്റ്റ്. ഇത് ഈ മേഖലകളെ പറ്റി ഒന്നും അറിയാതെ ഒരു ദിവസം നമ്മളെ കല്യാണം കഴിപ്പിക്കുക. അതെങ്ങനെയാണ് കല്യാണം കഴിപ്പിക്കുന്നത്? ഒരു പരിചയമില്ലാത്ത 2 പേര് പെണ്ണ് കാണാൻ പോയെന്നാണ്. എന്തോ ഈ കാണുന്നത്? പശുവിനെ കാണുന്ന പോലല്ലേ, ചന്തയിൽ പോയി പശുവിനെ കാണുന്ന പോലല്ലേ കാണാൻ പറ്റൂ? അതൊക്കെ മാറണം അല്ലേ, അതിന്റെ ആ കോൺസെപ്റ്റ് അങ്ങനെ. അതുകൊണ്ടാണ് അത്തരത്തിലല്ല അത് ചെയ്യേണ്ടതെന്ന്. ഇവർ തമ്മിൽ കാണട്ടെ, പരിചയപ്പെട്ട് ഇവർ തമ്മിൽ ഞങ്ങൾ ചേർന്ന് പോവുമോ എന്ന് പരിശോധിച്ച് വീട്ടുകാരോട് അനൗൺസ് ചെയ്യണം. ഞാനൊരു ഇണയെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നവരെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. കറക്റ്റ്. ഇത്രയാണ് നമ്മൾ പറയുന്നത്. ഇതാണ്
പ്രണയത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പാണ് പ്രണയം. അല്ല, ആ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോകുമ്പോഴാണ് ഈ വിവാഹ ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഡൈവോഴ്സ് ആവുന്നതും. വിവാഹ ബന്ധത്തിൽ പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് കൃത്യമാക്കുക, കുടുംബ കോടതി ഉണ്ടാക്കാൻ നമുക്ക് ബാധ്യത വന്നത് എന്തുകൊണ്ടാണ്? അതെ അതെ അതെ. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും പെൺകുട്ടികൾക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസം വരികയും ചെയ്തപ്പോൾ അവർക്ക് സ്വന്തം അഭിപ്രായങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പഴയ വിവാഹങ്ങൾ തുടരാൻ പറ്റാതായത്. അതുകൊണ്ടാണ് വിവാഹമോചനം ഉണ്ടായത്. പിരിയാനായിട്ട് ഇപ്പൊ തലാഖ്, ഇസ്ലാം മതത്തിൽ തലാഖ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും ഉണ്ട്, രണ്ടുപേർക്കും തലാഖ് ചൊല്ലാം. പക്ഷെ സ്ത്രീകൾ തലാഖ് ചൊല്ലുന്നതായിട്ട് നമ്മൾ കേൾക്കത്തേ ഇല്ല, പുരുഷൻ മാത്രമേ. അതെന്താ കാര്യം വരുന്നത്? അതേസമയത്ത് ഇസ്ലാം നിയമപ്രകാരമാണെങ്കിൽ ആണിനും പെണ്ണിനും തലാഖ് ചൊല്ലാം. പക്ഷേ പെണ്ണുങ്ങൾക്ക് ചെല്ലാൻ പറ്റത്തില്ല. കാര്യമുണ്ട്, അവർക്ക് തന്നെത്താൻ ജീവിക്കാനുള്ള ഒരു കഴിവുള്ളവരായിട്ടല്ല വളർത്തുന്നത്. ഇതാ പ്രശ്നം. അങ്ങനെ പുരുഷനെ ആശ്രയിച്ച് വളർത്തുന്ന പെണ്ണാക്കി മാറ്റിയത് കൊണ്ടാണ് അവർക്ക് തലാഖ് ചൊല്ലാൻ കഴിയാതായി പോകുന്നത്. പുരുഷന്മാർക്ക് അത് കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ സ്വന്തമായി വരുമാനം ഉണ്ടാക്കാനും ജീവിക്കാനുള്ള ലോകം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്കില്ല. അവർക്ക് വരുമാനം കൊടുക്കത്തില്ല, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കത്തില്ല, അവർക്ക് സ്വത്ത് കൊടുക്കത്തില്ല. പിന്നെന്ത് ചെയ്യും? ഇത് ഏത് സമൂഹത്തിനകത്ത് എടുത്ത് നോക്കിയാലും മതി. ക്രിസ്തുമതത്തിനകത്ത് മേരി റോയുടെ കേസിന് ശേഷം മാത്രമാണ് ഈ സ്വത്ത് കൊടുക്കുന്നത്. മറ്റേ സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഒറ്റത്തവണ ഏറ്റവും കുറച്ച്, അത് ബാർഗെയിൻ ചെയ്ത് ഏറ്റവും കുറച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചിട്ട് അതാ കൊടുക്കുന്നത്. ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ നിലവാരത്തിലുള്ള വിഷയങ്ങളിനകത്ത് എന്നിട്ട് നമ്മൾ സ്ത്രീധന നിരോധന നിയമം ഉണ്ടാക്കി. ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നിയമം കൊണ്ട് പരിഹരിക്കത്തില്ല. തിരഞ്ഞെടുക്കാൻ കഴിവുള്ള മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്നത് വഴിയാണ് അത് പറ്റുള്ളൂ. ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടതാണ്. അപ്പോഴാണ് ലൈംഗിക വിദ്യാഭ്യാസം. അപ്പം മറ്റേതല്ലേ, അയ്യേ അതല്ലേ, അത് മാറണം. ഞാൻ പറയുന്നത് ബയോളജി പഠിപ്പിക്കുന്നവരല്ലേ. അതെ അതെ അതെ. പിന്നെന്താണ് ഈ നാണം? അതാ, അതുകൊണ്ടാണ് അത് അങ്ങനെ. നാളെ സമയത്ത് ബയോളജി പഠിപ്പിക്കുമ്പോഴല്ലോ ചില, അതായത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ബയോളജിയുടെ മെയിൻ ആ പാർട്ട് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് മാറ്റിവെക്കുമായിരുന്നു. അത് നിങ്ങൾ വായിച്ച് പഠിച്ചോ? അതങ്ങനെ പറയേണ്ടി വരുന്നത് വിഷയവിവരമില്ലാത്ത മതവിശ്വാസികളായ അധ്യാപകരുടെ കാരണം. 100%. അത് അതിന്റെ സാർ മതവിശ്വാസത്തിനെ കുറിച്ച് കേട്ടല്ലേ, അതിന് മതമില്ലാത്തൊരു മതമുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ആ കോൺസെപ്റ്റ് മണ്ടൻ കോൺസെപ്റ്റ് ആയി. അല്ലെന്ന് മതവിശ്വാസമാണ് ഇത് അങ്ങോട്ട് നോക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഇയാൾ പറഞ്ഞാൽ ദൈവമാണ് നമ്മളെ ചേർക്കുന്നത്, നമ്മളെ തെരഞ്ഞെടുപ്പല്ല എന്ന് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അത് വരുന്നത്. ഇതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാതെ. ലൈംഗികത പാപമായി തീർന്നത് സ്ത്രീ രണ്ടാം തരമാണെന്ന്, സ്ത്രീയാണ് ബൈബിളിനകത്ത് പഴം എടുത്ത് കൊടുത്തതെന്ന് പറഞ്ഞിട്ടാണ് സ്ത്രീയെ മുഴുവൻ വിരോധിക്കുന്ന സ്ഥലത്തെത്തിയത്. ഇത് പുരുഷൻ ഇവിടുത്തെ എന്താണ് ബുദ്ധമതം തൊട്ട് ബുദ്ധമതത്തിനകത്തൊക്കെ ഈ സ്ത്രീ എന്ന് പറയുന്നതാണ് കാമം. അതിനെ മറികടക്കുന്നവനാണ് മോക്ഷത്തിൽ പോകത്തുള്ളൂ. പുരുഷൻ്റെ ലൈംഗികതയും പുരുഷൻ്റെ എന്താണ് വിശ്വാസവും പുരുഷൻ്റെ ദൈവികതയൊക്കെ ഉള്ളു, അല്ലാതെ മനുഷ്യരുടേതല്ലത്. കറക്റ്റ്. മനുഷ്യർ മോചനം മേടിക്കുന്ന യുക്തിയല്ല, പുരുഷന്മാർ മോചനം മേടിക്കുന്ന യുക്തിയാണ്. അങ്ങനെയാണ് ഈ സ്ത്രീകൾ മുഴുവനും എന്താണ് അവരെ മോഹിപ്പിക്കുന്നവരായി മാറിയത്. അല്ലാതെ സ്ത്രീകളെ മോഹിപ്പിക്കുന്ന പുരുഷന്മാരെ പറ്റി ചർച്ചയില്ല. ഇതുകൊണ്ടാണ് അങ്ങനത്തെ മുഴുവൻ സങ്കല്പം ഉണ്ടായിപ്പോയത്. അതിൽ നിന്ന് മാറി രണ്ടുപേര് തമ്മിൽ തെരഞ്ഞെടുപ്പ്, നമ്മുടെ എന്താണ് ഭരണ സൗകര്യത്തിന് വേണ്ടി പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ ഇണകളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുള്ളവരാണ് നമ്മൾ, പൗരരാണ് നമ്മൾ. അതുകൊണ്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഡേറ്റ് ചെയ്ത് ഇണകളെ തിരഞ്ഞെടുക്കുന്ന രീതികളാണ് വേണ്ടത്. ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് അവരവരുടെ ഇഷ്ടപ്രകാരം പരസ്പര സമ്മതമുണ്ടോ എന്നുള്ള ചോദ്യമേ ചോദിക്കേണ്ട കാര്യമുള്ളൂ. അതാണ് ചോദിക്കേണ്ടത്. ഈ ചോദ്യത്തിനകത്ത് പ്രായപൂർത്തിയായോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. പ്രായപൂർത്തി ആയില്ലെങ്കിൽ കൺസെന്റ് കൊടുക്കാനുള്ള അവകാശം കിട്ടത്തില്ല. അതെ. അതുകൊണ്ടാണ് പ്രായപൂർത്തിയാകുക എന്ന് പറയുന്നത്. അതുവരെ നമ്മൾക്ക് തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തമായി കുഞ്ഞിനെ ഉണ്ടാക്കി വളർത്താൻ കഴിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കൺസെന്റ് കൊടുക്കരുതെന്ന് പറയുന്നത്. ഇങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. കൊടുക്കാനുള്ള അവകാശമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ എൻ്റെ വീട്ടിലെ സ്വത്ത് 16 വയസ്സുള്ള ഒരു കുട്ടി ആ സ്വത്ത് അങ്ങ് വിൽക്കാനായിട്ട് ശ്രമിച്ചാൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് അവകാശം കിട്ടേണ്ടത്. അതിനെയാണ് നമ്മൾ അത് പ്രായപൂർത്തിയാകുന്ന 18 വയസ്സിലന്ന് വെച്ചിരിക്കുന്നത് നമ്മൾ വെച്ചത് കൊണ്ട് മാത്രമാണ്. അത് 20 വയസ്സാക്കിയത് നമ്മൾ വെച്ചാൽ അങ്ങനെ ആകും. ഒരു 16 അത് നമ്മൾ വെക്കുന്നതാണ്, അല്ലാതെ അതേ സമയത്ത് ബയോളജി വളരുന്നതനുസരിച്ച് നമ്മൾ പരിശോധിച്ചാൽ കണിശമായിട്ടും അത് ഒരു 20 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കലേ വെക്കാൻ ഒക്കുള്ളൂ.
കണ്ട് സ്ത്രീകൾ നേരത്തെ പ്രായപൂർത്തിയാകും, പുരുഷന്മാർ കുറച്ചുകൂടെ കഴിഞ്ഞേ പ്രായപൂർത്തിയാകത്തുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ബുദ്ധി സ്ഥിരതയോടെ കാര്യങ്ങൾ സ്വന്തമായി തീരുമാനിക്കാൻ കഴിവുള്ള ആളുകളാണ് തീരുമാനിക്കുന്നതെങ്കിൽ 20 തൊട്ട് 25 വയസ്സ് വരെയുള്ള കാലയളവിലാണ് നമ്മൾ ഈ പറയുന്ന ഇത് വയ്ക്കേണ്ടത്, 18 അല്ല. അപ്പം ഏകദേശം നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ സംസാരിച്ച് പോയി. അപ്പോൾ അവസാനം നമ്മൾ കൊണ്ട് നിർത്തേണ്ടത് വാർദ്ധക്യമാണ്. സാറ് എനിക്ക് തോന്നുന്നു സാറിന് 70 വയസ്സായി, 72 വയസ്സായെന്ന് തോന്നുന്നു. 74. പക്ഷെ സാറ് ഒരു അത്ര പ്രായം തോന്നില്ല. ഒന്ന് മീശയും താടി ഒന്ന് കറുപ്പിച്ച് കഴിഞ്ഞാൽ സാറിന് ഒരു 50 വയസ്സിൽ പോലും പറയല. അതുപോലെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു ജീവിതത്തിൻ്റെ ഈ ഒരു ഭാഗം എങ്ങനെയാണ് സാർ? നമ്മൾ വയസ്സായി മരിക്കുക എന്ന് പറയുന്നത് പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ 50 വയസ്സിനകത്ത് ശരാശരി 50 വയസ്സ് ജീവിച്ചിരുന്ന ഒരു ജീവിയായിരുന്നു നമ്മൾ. അത് ഈ മരുന്ന് കണ്ടുപിടിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോങ് ആയിട്ടുള്ള വാർദ്ധക്യമുണ്ട്. ഇതിന് പുതിയ പ്ലാനുകൾ നമുക്ക് ആവശ്യമാണ്. കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ ജീവിതത്തിനകത്ത് തുടരുന്നത് കൃഷിക്കാരായിരുന്നുകൊണ്ടാണ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തിലോ നമ്മുടെ വീട്ടിലോ അവർ കൃഷി ചെയ്തോ കൃഷിപ്പണിക്കാരായോ ജീവിക്കുകയായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും. വ്യവസായം വന്നപ്പോൾ വ്യവസായത്തിനനുസരിച്ചിട്ടുള്ള സ്കൂളും അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ വീട് വിട്ടു പോകുന്ന മക്കളാണ് ലോകത്തുള്ളത്. അതുകൊണ്ട് 25 വയസ്സ് 30 വയസ്സിനകത്ത് വീട് വിട്ടു പോകുന്ന മക്കളായിരിക്കും നമുക്ക് ഉണ്ടാകുന്നതെന്ന് അറിയേണ്ട അമ്മയും അച്ഛന്മാരുമാണ് ഇന്ന് ഉണ്ടാകേണ്ടത്. അല്ലാതെ അമ്മയും അച്ഛനും മക്കളെ വിടിച്ച് വീട്ടിൽ നിർത്താമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസത്തിന് വിടരുത്. കൃഷിക്കാര് നമ്മൾ കൃഷി പഠിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ കുലത്തൊഴിൽ പഠിപ്പിച്ചിരുന്നവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂൾ തുടങ്ങിയതിന് ശേഷം മക്കൾ തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന അമ്മയും അച്ഛന്മാരും ഇപ്പോൾ ഈ നാട്ടിലുള്ളത്. എന്ന് പറഞ്ഞാൽ കൃഷിക്കാരുടെ കുടുംബത്തിൽ ജനിച്ച് അവിടെ തന്നെ വളർന്നവരായതുകൊണ്ട് നമ്മുടെ മക്കളും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. മക്കളെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിർത്താനായിട്ട് ശ്രമിച്ചിട്ട് പരാജയം അടഞ്ഞിട്ട് അവരെ ശപിച്ച് ജീവിക്കുന്ന അമ്മയും അച്ഛന്മാരായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് വയസ്സായ ആൾക്കാർ ജീവിക്കുന്ന വലിയ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് വീടുകൾ ഇപ്പം നമ്മുടെ നാടുകളിൽ മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. ഈ വയസ്സരായവർ ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് മക്കൾ വളർന്ന് സ്വന്തം നിലയിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ പ്രതീക്ഷിക്കാതെ അയലത്തുള്ള ആൾക്കാരുടെ ജീവിതത്തിനകത്തേക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അത് പഞ്ചായത്തിനകത്ത് വാർഡിനകത്തും മറ്റുള്ള വയസ്സായ ആൾക്കാരുമായി സഹകരിച്ച് എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് ആലോചിക്കുന്ന ഇടങ്ങളുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന വഴി ഇപ്പം ഞാനതാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് എന്നെ പോലുള്ള ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ആ പ്രവൃത്തി ചെയ്യുന്നത് വഴി മറ്റുള്ളവർക്ക് ആവശ്യമുള്ള ആളായിട്ട് ഞാൻ മാറും. അതെ. ഇപ്പോഴാണെങ്കിൽ തന്നെ സാർ ഇപ്പം പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് നമുക്ക് നമ്മുടെ ഇതിൽ കൂടെ തന്നെ പറയാം. അല്ല, ഞാൻ പറയുന്നില്ല, ഞാൻ അത് പറയുമ്പോൾ പഞ്ചായത്തിലൊരു ദിനം എന്ന് പറയുന്നതാണ്. ഞാൻ ഈ അമ്മയും അച്ഛന്മാരായിരിക്കുന്നവർ നമ്മൾ അന്യരെന്ന് വിചാരിക്കുന്ന വീട്ടിലുള്ള ആൾക്കാരുടെ ജീവിതത്തിനകത്ത് വെറുതെ എടുത്താൽ മതി. ഇപ്പോൾ എല്ലാ വീട്ടിലും പ്രായമായവരിക്കും, ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നത് ആരും ഇല്ല എന്നാണ് പറയുന്നത്. അയലത്ത് ഇതേപോലെ വിഷമിച്ചിരിക്കുന്നവരത്തിന് അപ്പുറത്തിരിപ്പുണ്ടെന്നുള്ള അറിയണം. ഇതൊരു വാർഡ് മെമ്പർ വിചാരിച്ചാൽ ചെയ്തെടുക്കാവുന്നതാണ്. പ്രായമായവർ പരസ്പരം കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൂടെ പോവാം, വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ കൂടെ പോവാം, ഇലക്ട്രിസിറ്റി ഓഫീസിൽ കൂടെ പോവാം, സെക്രട്ടേറിയറ്റിൽ കൂടെ പോകാം. കൂടെ പോകുന്ന ആളുകളായി പരസ്പരം മാറുകയാണെങ്കിൽ എല്ലാവരും പ്രയോജനമുള്ളവരായി മാറും. ഇങ്ങനെ മാറുന്ന സമയത്ത് ഈ മക്കൾ വരുന്നോന്ന് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സമയം ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്പം ഞാൻ താമസിച്ചിരുന്ന നാട്ടിലൊക്കെ മുഴുവൻ സമയം ഞാൻ എൻഗേജ്. സാറ് മിസ് ചെയ്യാറുണ്ടോ? കനി കുസുദ്ദീനെയൊക്കെ മിസ് ചെയ്യാറുണ്ടോ? ഞാൻ കനിയെ മിസ് ചെയ്യാറില്ല. ഇല്ല. കാരണം കനി സ്വന്തമായി ജീവിക്കാൻ കഴിവുള്ളവളാണെന്ന് അറിയുന്നതുകൊണ്ട് ആകെപ്പാട് ഒരു ഫോൺ വിളിച്ചാൽ തീരുന്ന തരത്തിലുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഫോണിനകത്ത് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അല്ലെങ്കിൽ വാട്സാപ്പ് ഉണ്ട്, ഞാൻ കാണണമെന്ന് വിചാരിച്ച കണ്ടുണ്ടാകുന്ന സ്ഥലം പോലുമാണ്. അതുകൊണ്ട് അങ്ങനെ മിസ് ചെയ്യാറേ ഇല്ല. മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ലെന്ന് വിചാരിക്കുമ്പോഴാണ് മിസ് ചെയ്യുന്നത്. മറ്റേതങ്ങനല്ല, നമുക്ക് ഈ ആളുകൾ ഉണ്ടെന്നും അവർ വേറെ കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്, നമ്മളെ പോലെ തന്നെ ജീവിച്ചു. അല്ല, ഡെയിലി വിളിക്കാറുണ്ടോ അതോ? ഇല്ല, സമയം കിട്ടുന്ന. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ അവളുടെ കാര്യം ഞാനൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മെസ്സേജ് ഇടുക ചെയ്തു. കാരണം അവളുടെ സമയത്തിന് ഞാൻ വിളിക്കുന്ന സമയത്ത് എടുക്കാൻ കഴിയാതിരിക്കുന്ന കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരാളായിരിക്കും. അത് ജയശ്രീ ആയാലും അങ്ങനെ തന്നെയാണ്, കോളേജിൽ പഠിപ്പിക്കുന്ന ആൾ. അപ്പം ഞാനൊരു മെസ്സേജ് ഇടുക ചെയ്യുന്നത്, ഞാൻ അങ്ങോട്ട് വരുന്നു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറയുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഈ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ ഉള്ളത് കാരണം കൊണ്ട് ഒരിക്കലും മിസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. പണ്ടങ്ങനെയല്ല, ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു എഴുത്ത് 4 ദിവസം കഴിഞ്ഞ് വരുന്ന എഴുത്തൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇരുന്നത്. അതെല്ലാം പോയി. അതുകൊണ്ട് ആധുനികമായി വയസ്സായ ആൾക്കാർ
മറ്റു വീട്ടിലിരിക്കുന്ന വയസ്സരുമായി ഒന്നിച്ചെന്ത് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നതാണ് അവർ ചെയ്യുന്നത്. അത് ചെയ്ത അന്ന് തൊട്ട് എൻഗേജ്മെന്റ് ഉണ്ടാകും, ഹാപ്പി ആവും, ഭയങ്കര എന്ന് പറഞ്ഞാൽ എല്ലാവരും വേണം. അതെ 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 അതെ, അതാണ് അതിനകത്ത് ഉത്തരം. കറക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സമയമില്ലാത്ത മനുഷ്യനാണ്. അതെ അതെ, ആളുകൾ ചോദിക്കും സമയം എങ്ങനെ സമയം കളയാൻ പറ്റുന്നില്ല, സമയം കൊല്ലാനുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് സമയമില്ലാത്ത മനുഷ്യനാണ്. മുഴുവൻ സമയവും ഞാൻ എൻഗേജ്ഡ് ആണ്. ആ എൻഗേജ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ അയലത്തുള്ള വീടുകളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ കണ്ടെത്തി അവരുമായി ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആരോഗ്യത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്ക് നല്ല ആരോഗ്യം. പല സ്ഥലങ്ങളിലും ആളുകൾ അങ്ങനെ പ്രായമായവർ ഒന്നിച്ചുകൂടി ഇപ്പോൾ യോഗ ചെയ്യുന്നവരും അല്ലെന്നുണ്ടെങ്കിൽ ചിരി യോഗം എന്നൊക്കെ പറയും, ഇങ്ങനെ പല പേരും ഇട്ട്, പക്ഷേ തമ്മിൽ എൻഗേജ്ഡ് ആവും. അതാണ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ വാഗ്വാദങ്ങളുണ്ടായി. എന്നെ മണ്ടൻ കണാപ്പൻ എന്ന് വരെ സാറ് വിളിച്ചു. ഞാൻ നല്ല വാക്കുകൾ നമുക്കില്ല. അതുകൊണ്ടല്ല സ്വാഭാവികമായിട്ടും ഞാൻ സാറിന് രണ്ടാമത് ഇന്റർവ്യൂ ആണ്. സാറിനോടുള്ള ബഹുമാനം കൊണ്ടും, അല്ലെങ്കിൽ ഞാൻ അതിനേക്കാൾ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ആളാ. സാറിനോടുള്ള പ്രായത്തിന്റെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല, എനിക്ക് സാറിനോടുള്ള ബഹുമാനവും സാഹിത്യത്തിന്റെ പ്രായത്തിനോടുള്ള ബഹുമാനം കാണാൻ ഞാൻ അത്തരത്തിലൊരു ഞാൻ ചിരിച്ചിരിച്ച് കേട്ട് പോയതേ ഉള്ളൂ. അത്തരത്തിൽ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താണെങ്കിലും അതിമനോഹരമായിട്ടുള്ള ഇന്റർവ്യൂ. അവസാനം പോകുന്നതിന് ഒറ്റ ചോദ്യം കൂടി എനിക്ക് ചോദിക്കാറുണ്ട്. സാർ ഈ മീശയുടെ ട്രോള് സാർ കണ്ടിട്ടുണ്ടോ? റാ പോലത്തെ അങ്ങനെയൊക്കെ ട്രോൾ ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ആളുകൾക്ക് അങ്ങനെ ട്രോൾ ചെയ്യാനുള്ള അവകാശമൊക്കെ ഉള്ളവരാണ്. സാർ മീശ കുറച്ച് എന്തുകൊണ്ടാണ്? ആ ട്രോൾ കൊണ്ടാണോ? സത്യം പറയാം, ട്രോൾ കൊണ്ടല്ല. മീശയുടെ അറ്റത്താണ് ഞാനായി പോയെന്നുകൊണ്ട് മനസ്സിലായത്. എങ്ങനെ? മീശ പ്രധാനമായി, മീശ എന്റെ മുന്നേ നടക്കുന്നതായി. അതുകൊണ്ടാ എന്നെ അറിയപ്പെടുക എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളിലല്ല, നിലപാടുകളിലൂടെ വേണം. അതിനകത്തൂടെ അല്ലാതെ എൻ്റെ മീശ എൻ്റെ ഐഡന്റിറ്റി ആയിട്ട് മാറുന്നുണ്ട്. അതെ അതെ, അത് മോശമാണെന്നൊന്നും വിചാരിച്ചിട്ടല്ല, പക്ഷെ എൻ്റെ ഐഡന്റിറ്റി എൻ്റെ മീശയിൽ ഇരുന്നൂടാ. അത് ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ ഉടുപ്പ് മാറാൻ കഴിയാത്ത പോലെ ആയിപ്പോ. ഗാന്ധി സമരരീതി എന്നുള്ള നിലവാരത്തിലാണ് ആ ഉടുപ്പെല്ലാം മാറി സാധാരണക്കാരുടെ വേഷമൊക്കെ ഇട്ടത്. ബ്രിട്ടീഷുകാർ പോയതിനു ശേഷവും അദ്ദേഹത്തിന് ഉടുപ്പ് മാറാൻ പറ്റാതായി പോകുന്ന തരത്തിൽ വസ്ത്രത്തിൽ കുടുങ്ങിപ്പോകും, ഇമേജുകളിൽ കുടുങ്ങി പോകുന്നതുകൊണ്ടാണ് ഞാനതെടുത്ത് കളഞ്ഞത്. അത്രേ ഉള്ളൂ. അല്ലാതെ ട്രോളിനും നമുക്ക് ഭയമില്ല. എത്ര പേര് ട്രോൾ ചെയ്ത സാധനങ്ങൾ എടുത്തു കളയണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അതെ അതെ, അത് പറയുമ്പോഴാണ് ട്രോളിൽ ഭയം. നമുക്ക് എല്ലാം സ്വീകരിക്കുമല്ലേ, ഒന്നും നമ്മൾ ഇതാക്കുന്നില്ല. ഞാൻ ആളുകളെ കളിയാക്കുന്നതാണ്, അവർക്ക് എന്നെ കളിയാക്കാനുള്ള അവകാശമില്ല. അതെ അതെ, തീർച്ചയായിട്ടും. അത്ര അതിനകത്ത് കാണുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഈ ചീത്ത പറയുക എന്ന് പറയുന്നത്, ഞാൻ ചീത്തയെന്ന് ആരെയും പറയാറില്ല. അതേ ഉള്ളൂ. ഞാൻ ഇമോഷണലായിട്ട്, ഞാൻ പാഷനേറ്റ് ആയിട്ട് മിണ്ടുന്നു. ഇമോഷണൽ പോലും അല്ല, പാഷനേറ്റ് ആണ്. പക്ഷെ ഇന്നിച്ചിരി ഇമോഷണലായി. ഇമോഷണൽ അല്ല, പാഷനുള്ള ആളാണ്. ഇമോഷണലായ ഇയാളെ ചീത്തയൊക്കെ പറയണ്ടേ, അടിക്കുകയൊക്കെ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മൾ പാഷനേറ്റ് ആകുക എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന കാര്യം അപ്പുറത്തുള്ള ആളിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഇടുന്ന ഊന്നലുകളാണത്. തീർച്ചയായിട്ടും. അല്ലാതെ ഞാൻ ആരെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്? അതെ അതെ അതെ. ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ഞാൻ ആളുകളെ എന്തോ ആക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നത്, ആക്ഷേപിക്കാനുള്ള നല്ല വാക്കുകൾ വേണം. വിമർശനത്തിന് വിധേയരല്ലാത്ത ആരുമില്ലല്ലോ, ആരെയും നമുക്ക് വിമർശിക്കാം. അതാണ് എന്നെ വിമർശിക്കണ്ടെന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിലാണ് ഓക്കെ. അതെ അതെ. മറ്റേതെങ്ങനല്ല, ഈ മഹാന്മാരായി അഭിനയിക്കണമെന്ന് ആൾക്കാർ ഈ പറയുന്നത്. ഞാൻ എന്തായാലും അത് ചെയ്യുന്നില്ല, ഞാൻ മഹാനായിട്ട് തയ്യാറുമല്ല. ഓക്കെ. അപ്പം എന്താണെങ്കിലും അത്യാവശ്യം സംഭവ ബഹുലമായ ഒരു 2.25 മണിക്കൂറാണ് ഇപ്പോൾ കടന്നുപോയത്. സാർ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ? സാറ് പറഞ്ഞ പോലെ രണ്ടുപേർ തമ്മിൽ ചേരുമ്പോഴാണ്, ഒറ്റയ്ക്ക് ഒരാളുടെ പോസ്റ്റർ കണ്ടാൽ ആരും നോക്കത്തില്ല. രണ്ടുപേർ തമ്മിൽ ചേരുമ്പോഴാണ് അവിടെ ആ ഒരു അല്ലെ, ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു പവർ കിട്ടുന്നത്. തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഓഡിയൻസും ഞാനുമായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസും താനുമായി ചേരുന്നത് അങ്ങനെയാണ്. രണ്ടുപേരും കൂടെ ചേർന്നാണ് അതുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു നല്ലൊരു എപ്പിസോഡുകൾ തന്നെ ജനങ്ങളിലേക്ക് എത്തട്ടെ, അത് ജനങ്ങൾക്ക് ഗുണപ്രദമാകട്ടെ എന്നുള്ളതാണ് അല്ലേ. നമുക്ക് സ്വാഭാവികമായിട്ടും ഈ പലരും കണ്ടിട്ടുണ്ട് WX ഏതാ, YZ ഏതാ അങ്ങനെയൊക്കെ ചോദിക്കുന്നുള്ള. ഞാൻ അത്തരത്തിലുള്ള ഇന്റർവ്യൂ ചെയ്യാറില്ല. ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് ചെയ്യുന്നതും. മാക്സിമം അത്തരത്തിൽ എന്തെങ്കിലും സമൂഹത്തിന് ഗുണപ്രദമാകുന്ന, അല്ലെങ്കിൽ സമൂഹം ചർച്ച ചെയ്യുന്ന എന്തെങ്കിലും അതിലേക്ക് ഇടാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അത്യാവശ്യം ചർച്ച ചെയ്യപ്പെടാറുമുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ നല്ല രീതിയിൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ. ജനങ്ങൾ നമ്മുടെ ഇന്റർവ്യൂ കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകട്ടെ. സാർ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ മാറേണ്ട കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാറ്റങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ ലോകം മുന്നോട്ട് പോകട്ടെ. സാറിന് ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ശരി.